Good morning, dear students. In today's class, we are dealing with the theories of shoot apex organization. ഇപ്പം നമുക്ക് എപ്പിക്കൽ മെരിസ്റ്റം എന്താണെന്ന് അറിയാം, ഇൻ്റർകാലറി മെരിസ്റ്റം എന്താണെന്ന് അറിയാം, ലാറ്ററൽ മെരിസ്റ്റം എന്താണെന്ന് അറിയാം അല്ലേ. ഇനി എപ്പിക്കൽ മെരിസ്റ്റം, അതായത് ഷൂട്ട് അപ്പെക്സിലും റൂട്ട് അപ്പെക്സിലും കാണുന്ന എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഈ എപ്പിക്കൽ സെൽ തിയറീസ് പറയുന്നത്. അപ്പോൾ ഷൂട്ട് അപ്പെക്സിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒന്നിലധികം തിയറീസ് ഉണ്ട്. അതിൽ ഒരു തിയറിയാണ് എപ്പിക്കൽ സെൽ തിയറി. ദിസ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ നഗേലി, എ സയൻറ്റിസ്റ്റ് കോൾഡ് നഗേലി. According to this theory, the apical region of root and shoot is composed of only a single meristematic cell. This theory is applicable only for cryptogams like bryophytes and pteridophytes. അപ്പോൾ നഗേലി പ്രപ്പോസ് ചെയ്ത എപ്പിക്കൽ സെൽ തിയറി എന്താണ് പറയുന്നത്? ഒരു ഗ്രോയിങ് ഷൂട്ട് ടിപ്പിലോ റൂട്ട് ടിപ്പിലോ ഒരൊറ്റ മെരിസ്റ്റമാറ്റിക് സെല്ലേ ഉള്ളൂ എന്നാണ് നഗേലി പറഞ്ഞത്. നമ്മൾ നേരത്തെ മെരിസ്റ്റം പഠിച്ചപ്പോൾ ഒന്നിലധികം സെൽസൊക്കെ അവിടെ കണ്ടായിരുന്നു അല്ലേ എപ്പിക്കൽ മെരിസ്റ്റത്തിൽ. അപ്പോൾ നഗേലിയുടെ ഈ തിയറി കറക്റ്റ് ആവുക ലാൻഡ് പ്ലാന്റ്സിൻ്റെ കാര്യത്തിലല്ല, ബ്രയോഫൈറ്റ്സിനും ടെറഡോഫൈറ്റ്സിനുമാണ് നഗേലിയുടെ ഈ തിയറി ആപ്ലിക്കബിൾ. അതായത് ബ്രയോഫൈറ്റ്സിൻ്റെയൊക്കെ ഗ്രോയിങ് ഷൂട്ട് ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ പോയിൻ്റർ കാണുന്നില്ലല്ലോ. ബ്രയോഫൈറ്റ്സിൻ്റെയും ടെറഡോഫൈറ്റ്സിൻ്റെയൊക്കെ ഗ്രോയിങ് ഷൂട്ട് ടിപ്പ് നോക്കി, ഷൂട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ബ്രയോഫൈറ്റ്സിന് ഷൂട്ടും ലീഫും റൂട്ടൊന്നുമില്ല, അതിനൊരു താലസാണുള്ളത്, ഒരു അൺഡിഫറൻഷ്യേറ്റഡ് പ്ലാന്റ് ബോഡിയാണുള്ളത്. റിക്സിയൊക്കെ കണ്ടിട്ടില്ല, മഴക്കാലത്തൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ പറ്റി വളരാറുണ്ട്. ഇവിടെ എപ്പിക്കൽ റീജിയണിൽ ഒരു സിംഗിൾ എപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് സെല്ലാണ് കാണുന്നത്. ഈ സെല്ല് ആൻറ്റിക്ലൈനലായിട്ടും പെരിക്ലൈനലായിട്ടും ആവശ്യമുള്ള പോലെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പ്ലാന്റ് ബോഡി ഡെവലപ്പ് ചെയ്യും. ഇതാണ് എപ്പിക്കൽ സെൽ തിയറി പറയുന്നത്. എപ്പിക്കൽ മെരിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി എ സിംഗിൾ എപ്പിക്കൽ സെൽ. And this theory is applicable only for bryophytes and pteridophytes. And the second theory is histogen theory. Histogen theory is proposed by Hans Steen. This theory states that the apical meristem is composed of 3 layers: dermatogen, peribulum and pleura. അപ്പോൾ ഹിസ്റ്റോജൻ തിയറി എന്താണ് പറയുന്നത്? എപ്പിക്കൽ മെരിസ്റ്റത്തിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡെർമറ്റോജൻ, പെരിബ്ലം ആൻഡ് പ്ലീറോ. ഇനി 3 ലെയറും ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് നോക്കി പഠിക്കാം നമുക്ക്. ഇതാണൊരു ഗ്രോയിങ് ഷൂട്ട് ടിപ്പ് എന്ന് വിചാരിക്കാം. ഇത് കണ്ടോ, ഇത് യങ് ലീഫാണ്, ഇത് ഗ്രോയിങ് ഷൂട്ട് ടിപ്പ്. ഇതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടോ? ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഡെർമറ്റോജൻ. ദിസ് ഡെർമറ്റോജൻ ഗീവ് റൈസ് ടു എപ്പിഡെർമിസ്. ഡെർമറ്റോജൻ എപ്പിഡെർമിസിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സെൽസ് എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുക? ലെയേഴ്സിൻ്റെ എണ്ണം കൂട്ടണ്ട, അതായത് പെരിക്ലൈനൽ ഡിവിഷൻ നടത്തണ്ട. ഡെർമറ്റോജന് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ മാത്രം നടത്തി സർഫസ് ഏരിയ കൂട്ടിയാൽ മതി അല്ലേ. എപ്പിഡെർമിസ് എപ്പോഴും ഒറ്റ ലെയറേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുന്നില്ല ഡെർമറ്റോജനിൽ, ആൻറ്റിക്ലൈനൽ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ലെയർ പെരിബ്ലം. പെരിബ്ലം ഗീവ് റൈസ് ടു ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയുള്ള റീജിയൻ, അതായത് കോർട്ടെക്സ് ഒക്കെ അതിൽ ഉൾപ്പെടും. ഈ ലെയേഴ്സ് ഉണ്ടാകുന്നത് പെരിബ്ലത്തിൽ നിന്നാണ്. അപ്പോൾ പെരിബ്ലം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം? ഒന്നിലധികം ലെയേഴ്സ് ഉണ്ടെന്ന് ഓർക്കണം. ആൻറ്റിക്ലൈനലായിട്ടും പെരിക്ലൈനലായിട്ടും പെരിബ്ലത്തിൻ്റെ സെൽസ് ഡിവൈഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ ലെയർ, നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എപ്പിക്കൽ മെരിസ്റ്റത്തിന് 3 ലെയർ ഉണ്ടെന്നാണ് ഹാൻസ് സ്റ്റീൻ പറഞ്ഞത്. ഡെർമറ്റോജൻ, പെരിബ്ലം ആൻഡ് ദ തേർഡ് ലെയർ ഈസ് പ്ലീറോ. പ്ലീറോ നോക്കുക, സെൻട്രൽ മോസ്റ്റ് സിലിണ്ടറാണ് പ്ലീറോ. പ്ലീറോം ഗീവ് റൈസ് ടു the vascular cylinder, that means the xylem and phloem and also the pith region. അപ്പോൾ സെൻട്രൽ സിലിണ്ടർ ഉണ്ട്. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെയൊക്കെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഒരു റിംഗ് ഷേപ്ഡ് വാസ്കുലർ ബണ്ടിലും
ആ റിംഗ് ഷേപ്ഡ് അറേഞ്ച് ചെയ്തിട്ടുള്ള വാസ്കുലർ ബണ്ടിലിൻ്റെ ഒത്ത നടുവിൽ എന്താണ് പിത്തുമൊക്കെ കണ്ടിട്ടുണ്ട്. ഈ റീജിയൻ, അതായത് സെൻട്രൽ വാസ്കുലർ സിലിണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലീറോം എന്ന് പറയുന്ന ലെയറാണ്. അപ്പോൾ ഇതാണ് ഹിസ്റ്റോജൻ തിയറി പറയുന്നത്. എപ്പിക്കൽ മെരിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് 3 layers: dermatogen, periblum and pleurum. And the third theory is tunica corpus theory. This theory is proposed by a scientist named Schmidt. According to this theory, apical meristem is composed of only 2 layers, tunica and corpus. അപ്പോൾ ട്യൂണിക്ക കോർപ്പസ് തിയറി പ്രപ്പോസ് ചെയ്ത ഷ്മിറ്റിൻ്റെ അഭിപ്രായത്തിൽ എപ്പിക്കൽ മെരിസ്റ്റത്തിൽ 2 ലെയറേ ഉള്ളൂ, ട്യൂണിക്കയും കോർപ്പസും. ഔട്ടർ മോസ്റ്റ്, അതായത് ട്യൂണിക്ക give rise to epidermis and 1 or 2 peripheral layers of hypodermis. Corpus give rise to the central cylinder, the vascular bundle, pith and medullary rays. ഇതാണ് ആ 2 layers. ട്യൂണിക്ക ദ ഔട്ടർ ലെയർ, അത് ഒന്നിലധികം ലെയേഴ്സ് ഉണ്ട് കേട്ടോ ട്യൂണിക്കയ്ക്ക്. ട്യൂണിക്ക എന്തിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്? എപ്പിഡേർമിസും ഹൈപ്പോഡെർമിസും, അതായത് കോർട്ടെക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളും ട്യൂണിക്ക പ്രൊഡ്യൂസ് ചെയ്യും. എപ്പിഡെർമിസും കോർട്ടെക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളും. കോർപ്പസ് ഗീവ് റൈസ് ടു ദ സെൻട്രൽ സിലിണ്ടർ. സെൻട്രൽ സിലിണ്ടർ എന്ന് പറയുമ്പോൾ സൈലം, ഫ്ലോയം, അതിൻ്റെ നടുക്കുള്ള കാണുന്ന പിത്ത്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ആണ്. അപ്പോൾ ഇതാണ് ഷ്മിറ്റ് പ്രപ്പോസ് ചെയ്ത ട്യൂണിക്ക കോർപ്പസ് തിയറിയുടെ വേർഷൻ. ഇനി ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ഷൂട്ട് ടിപ്പ് അതായത് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഓർഗനൈസേഷൻ്റെ തിയറീസാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി റൂട്ട് എപ്പിക്സ് ഓർഗനൈസേഷൻ്റെ തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ എപ്പിക്കൽ സെൽ തിയറി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നഗേലിയുടെ എപ്പിക്കൽ സെൽ തിയറി പ്രപ്പോസസ് ദാറ്റ് ദ എപ്പിക്കൽ മെരിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ എപ്പിക്കൽ സെൽ. ഇതേ തിയറി തന്നെ റൂട്ടിനുണ്ട്. സിംഗിൾ എപ്പിക്കൽ സെല്ലിന് 3 കട്ടിംഗ് ഫേസസ് ഉണ്ടെന്നും ദാറ്റ് ഗീവ് റൈസ് ടു റൂട്ട് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഹിസ്റ്റോജൻ തിയറിയും ഇതേ തിയറി തന്നെ റൂട്ട് അപ്പെക്സിനും ആപ്ലിക്കബിൾ ആണ്. ഹിസ്റ്റോജൻ തിയറി പറയുന്നത് എന്താണ്? റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ഹാസ് 3 layers: dermatogen, periblum and pleurum. And a third theory is also there. It is called copper cap theory proposed by ഷൂയപ്പ്. ഷൂയപ്പ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത കോപ്പർ ക്യാപ്പ് തിയറി. ഈ ഇപ്പോൾ പറഞ്ഞ 3 തിയറീസിലും, അതായത് എപ്പിക്കൽ സെൽ തിയറി, ഹിസ്റ്റോജൻ തിയറി, കോപ്പർ ക്യാപ്പ് തിയറി. കോപ്പർ ക്യാപ്പ് തിയറി എന്നാണ് നമുക്ക് പറയാം. ഇത് 3ലും വെച്ച് ഹിസ്റ്റോജൻ തിയറിയാണ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ഓർഗനൈസേഷനെ ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കമ്പോസ്ഡ് ഓഫ് 3 layers: ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലൂറം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോജൻ തിയറി. ഈ ഹിസ്റ്റോജൻ തിയറി ഈസ് വെൽ സ്യൂട്ടഡ് ടു എക്സ്പ്ലെയിൻ ദി ഓർഗനൈസേഷൻ ഓഫ് എ റൂട്ട് എപ്പിക്സ്. ഇനി നമുക്ക് കോപ്പർ ക്യാപ്പ് തിയറിയും കൂടെ എന്താണെന്ന് നോക്കാം. കോപ്പർ ക്യാപ്പ് തിയറി പറയുന്നത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിന് 2 ലെയർ ഉണ്ട്. ഈ 2 ലെയറിൽ ഒരു ലെയർ, അതായത് കോപ്പർ എന്ന് പറയുന്ന ലെയർ ഇൻവേർട്ടഡ് T ഷേപ്ഡ് ആയിട്ടാണ് ഇരിക്കുക. ഒരു ടീയെ തലതിരിച്ച് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് കാണുക. ഇൻവേർട്ടഡ് T ഷേപ്ഡ് ആയിട്ടുള്ളൊരു ലെയർ. അതിലെ സെൽസ് ആൻറ്റിക്ലൈനലായിട്ടും പെരിക്ലൈനലായിട്ടും ഡിവൈഡ് ചെയ്തിട്ട് റൂട്ടിനൊരു ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എ ക്യാപ്പ് ഓർ കാലിപ്ട്രോജൻ എന്ന് പറയാം. റൂട്ടിനൊരു റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ കോപ്പർ ക്യാപ്പ് KAPPE. ഈ ക്യാപ്പ് ലെയർ ഗീവ് റൈസ് ടു എപ്പിഡെർമിസ്, സ്റ്റീൽ ആൻഡ് കോർട്ടെക്സ്. ഈ 3 ലെയർ, റൂട്ടിൻ്റെ എപ്പിഡെർമിസ്, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്കുലാർ ബണ്ടിലും നടുവിൽ കാണുന്ന പിത്തും. നിങ്ങൾ ആ പഴയ +2ൻ്റെ അനാട്ടമിയൊക്കെ ഒന്നെടുത്ത് മറിച്ച് നോക്കിക്കോട്ടോ. നമുക്ക് എന്തായാലും വരുന്നുണ്ടെങ്കിലും നിങ്ങൾ നേരത്തെ കൂട്ടി ഒന്ന് നോക്കി വെച്ചോ. നടുവിൽ കാണുന്ന വാസ്കുലാർ ബണ്ടിലും പിത്തും കൂടെ ഒന്നിച്ച് പറയുന്ന ടേമാണ് സ്റ്റീല്. കോർട്ടെക്സ് എന്ന് പറയുമ്പം എപ്പിഡെർമിസിൻ്റെയും സ്റ്റീലിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഭാഗം കോർട്ടെക്സ്.
അപ്പോൾ ആദ്യം നിങ്ങൾ ആ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും സ്ട്രക്ചറൊക്കെ എടുത്തൊന്ന് മറിച്ച് നോക്കുക കേട്ടോ. ഇതാണ് കോപ്പർ ക്യാപ്പ് തിയറി പറയുന്നത്. റൂട്ട് അപ്പെക്സ് കൺസിസ്റ്റ് ഓഫ് 2 layers, കോപ്പർ ആൻഡ് ക്യാപ്പ്. ഇനി റൂട്ടിൻ്റെ അപ്പെക്സ് ഷൂട്ടിൻ്റെ അപ്പെക്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദ സ്ട്രക്ചർ ഓഫ് റൂട്ട് അപ്പെക്സ്. ഈ ഷൂട്ടിൻ്റെ മെരിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ 3 ലെയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഹിസ്റ്റോജൻ തിയറി പ്രകാരം ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലീറോം, ഇങ്ങനെ 3 ലെയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം റൂട്ടിനുമുണ്ട്. ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലീറോം ഇതൊക്കെ റൂട്ടിനുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ് ദെയർ ഈസ് എ റൂട്ട് ക്യാപ്പ്. അതാണ് റൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ റൂട്ട് അപ്പെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ഓർഗനൈസേഷൻ പറയണം. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെൽ ഡിസ്ക്രൈബ്ഡ് ബൈ ഹിസ്റ്റോജൻ തിയറി. ദാറ്റ് മീൻസ് ദ റൂട്ട് അപ്പെക്സ് ഹാസ് 3 regions, dermatogen, peribulum and pleura. Dermatogen give rise to epidermis of the root, peribulum give rise to cortex and pleura give rise to the vascular cylinder. ഈ 3 റീജിയനുമാണ് ഇത് ഇത്രയും കാണുന്നത്. കണ്ടോ? ഇത് കൂടാതെ റൂട്ടിനൊരു അഡീഷണൽ സ്ട്രക്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, റൂട്ട് ക്യാപ്പ്. ഈ കാണുന്ന റീജിയനാണ് റൂട്ട് ക്യാപ്പ്. ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു അഡീഷണൽ ലെയർ ഷൂട്ട് ടിപ്പിലില്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം റൂട്ട് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണല്ലേ, അത് മണ്ണിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മണ്ണിലേക്കത് വളർന്നിറങ്ങുമ്പോൾ അതിന് ചിലപ്പം പല ഒബ്സ്ട്രക്ഷൻസിനെയും ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ, കല്ലിലും ഒക്കെ തട്ടിയിട്ട് അതിൻ്റെ റൂട്ട് മെരിസ്റ്റം ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഡാമേജിൽ നിന്നും റൂട്ട് മെരിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പിന് പറയുന്ന പേര് കാലിപ്ട്ര ഓർ കാലിപ്ട്രോജൻ. അപ്പോൾ ദിസ് വൺ ഈസ് ദി റൂട്ട് മെരിസ്റ്റം, ദിസ് ഈസ് ദി റൂട്ട് ക്യാപ്പ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടം സെൽസ് കണ്ടത് ഇവിടെ പോയിന്റർ 1. ഇത് കണ്ടോ, ഇതാണ് ക്വിസൻറ്റ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ക്വിസൻറ്റ് സെൻറ്റർ ഈസ് എ റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഇത്രയും റൂട്ട് മെരിസ്റ്റം. പോയിൻ്റർ എനിക്ക് ശരിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. റൂട്ട് മെരിസ്റ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് റൂട്ട് മെരിസ്റ്റം. ഈ കാണുന്ന 3 ലെയർ ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലീറോം ഉണ്ടല്ലോ. ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലീറോം. ഇത് റൂട്ട് ക്യാപ്പ്. അപ്പോൾ റൂട്ട് മെരിസ്റ്റത്തിൻ്റെയും റൂട്ട് ക്യാപ്പിൻ്റെയും ഇടയ്ക്ക് കാണുന്ന ഈ ലെയറാണ് ക്വിസൻറ്റ് സെൻറ്റർ. ആക്ച്വലി ക്വിസൻറ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കാം. ക്വിസൻറ്റ് സെൻറ്റർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇനാക്റ്റീവ് സെൽസ്. ഇനാക്റ്റീവ് സെല്ലാണ്, അത് മെരിസ്റ്റമാറ്റിക് അല്ല, അത് ഡിവൈഡ് ചെയ്യുന്നില്ല, ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും റൂട്ട് മെരിസ്റ്റത്തിനൊരു ഡാമേജ് പറ്റിയാൽ, അതായത് റൂട്ട് ക്യാപ്പിനും ഡാമേജ് പറ്റി റൂട്ടിൻ്റെ ഗ്രോയിങ് ടിപ്പിനും ഡാമേജ് പറ്റി കഴിയുമ്പോൾ ക്വിസൻറ്റ് സെൻറ്ററിൽ കാണുന്ന സെൽസ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകും. റൂട്ട് ക്യാപ്പ് ഡാമേജ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ക്വിസൻറ്റ് സെൻറ്ററിൽ കാണുന്ന സെൽസ് ഇറ്റ് റീഗെയിൻ ദി കപ്പാസിറ്റി ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് ബിക്കം മെരിസ്റ്റമാറ്റിക് ആൻഡ് ദേ ബിഗാൻ ടു ഡിവൈഡ് മെരിസ്റ്റമാറ്റിക്കലി. അങ്ങനെ റൂട്ടിൻ്റെ ഗ്രോത്ത് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ക്വിസൻറ്റ് സെൻറ്ററിൻ്റെ. അപ്പോൾ ഇവിടെ നോക്കൂ, റൂട്ട് ക്യാപ്പ് ഡാമേജ് ആകുമ്പോൾ ഉടനെ തന്നെ ക്വിസൻറ്റ് സെൻറ്ററിലെ സെൽസ് ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യാണ്. ഇതൊരു ഗ്രോയിങ് റൂട്ടിനെ സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ എങ്ങനെയിരിക്കും, അതാണിത്. ഇതുവരെ നമ്മൾ കണ്ടത് ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള ഇമേജസാണ്. ഇതൊരു റിയൽ മൈക്രോസ്കോപ്പിക് പിക്ചറാണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, റൂട്ടിൻ്റെ അപ്പെക്സിൽ കാണുന്ന 3 ലെയർ, ദ ഡെർമറ്റോജൻ, പെരിബ്ലം, പ്ലീറോം. പിന്നെ റൂട്ട് ക്യാപ്പ്, കാലിപ്ട്ര. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, ഇവിടെ ക്വിസൻറ്റ് സെൻറ്റർ.
Okay, that is all for today's class.